1976 FCR ഇന്ദിരാഗാന്ധി നടന്ന അടിയന്തരാവസ്ഥ കാലത്ത് അതൊന്ന് നടപ്പാക്കിയത്. അതിനുശേഷം 2010 ഒരു അമെന്റ്മെന്റ് വന്നു, 2016 ഒരു അമെന്റ്മെന്റ്, 2010 കോൺഗ്രസ് നടപ്പാക്കി, 2016 ഒരു അമെന്റ്മെന്റ് വന്നു, 2018 ഒരു അമെന്റ്മെന്റ് വന്നു, 2020 ഒരു അമെന്റ്മെന്റ് വന്നു. ഇപ്പൊ അത് ഫൈനൽ അമെന്റ്മെന്റ് 2026 വന്നു. ഏകദേശം ഒരു 22,000 കോടി രൂപയാണ് മൊത്തം നമുക്ക് വിദേശ ഫണ്ടായിട്ട് FCR ഇതിലൂടെ കിട്ടുന്നത്. ഏകദേശം ഒരു 38,000 NGOs നമ്മളോട് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഈ ലൈസൻസ് റദ്ദാക്കിയത് ഒരു 22,000 എണ്ണത്തിന്റെ ലൈസൻസ് ഏകദേശം റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 16,000 സംതിങ് ആണ് നമ്മളിവിടെ NGOകളായി പ്രവർത്തിക്കുന്നത്. ഈ FCR അമെന്റ്മെന്റിൽ നമുക്ക് കാര്യമായി വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു NGOന് കിട്ടിയ ഫണ്ട് വേറെ NGOയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലൂടെ അല്ലാതെ ഈ വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഫണ്ടിന്റെ ഏകദേശം ഒരു പകുതിയോളം അഡ്മിനിസ്ട്രേഷൻ ചാർജ് മറ്റേത് മറിച്ച് എന്നിട്ട് 5 കോടി പുറത്തു വന്നതിൽ 2.5 കോടിയും ചെലവാക്കാൻ പറ്റും. ഇനി അത് പറ്റൂല. നിങ്ങൾ എത്രയാണോ ഫണ്ട് വാങ്ങുന്നത് അതിന്റെ 20% മാത്രമേ അഡ്മിനിസ്ട്രേഷൻ ചാർജ് അങ്ങോട്ട് ഇങ്ങോട്ട് ചെലവാക്കണം. ഈ NGO നടത്തുന്ന മെയിൻ ആളുകളുടെ ആധാർ കാർഡുകൾ മാൻഡേറ്ററി ആണ്. അതിന് നടത്തിപ്പുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ആധാർ കാർഡ് മുതലായ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തിട്ട് ഇനി ലൈസൻസും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. FCR വെച്ച് വരുന്ന NGOകളുടെ ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഫണ്ട് എവിടുന്ന് വന്നു, എവിടേക്ക് പോയി, എഡ്യൂക്കേഷൻ ആവശ്യത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് വന്ന ഫണ്ടാണ്, ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിലേക്കാണോ പോയത്, ഒരു പ്രത്യേക പ്രൊജക്റ്റിന് വന്ന പൈസ ആ പ്രൊജക്ട് നടപ്പാവുന്നുണ്ടോ അല്ലെങ്കിൽ ആ പ്രൊജക്ട് നടക്കുന്നുണ്ടോ എന്ന് ഗവൺമെന്റ് നോക്കും. ഈ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ഈ NGO ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി പരിശോധിക്കും, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റ് റിപ്പോർട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ട്രസ്റ്റീസിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നോക്കും. ഓതറൈസ്ഡ് ട്രാൻസ്ഫർ ഉണ്ടോ നോക്കും. FC4 ഇയർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ലൈസൻസ് പുതുക്കി കൊടുക്കുക. ഇൻ കേസ് ഒരു NGOയുടെ ലൈസൻസ് റദ്ദാവുക, സീസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അണ്ടറിൽ ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പറയുന്ന ഉടായിപ്പാണ് അയ്യോ ആരാധനാലയം എല്ലാം കൊണ്ടുപോകുന്നത്, ഇപ്പോൾ ഒരു പള്ളിയോ അല്ലെങ്കിൽ അമ്പലമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ആയി ഇത് ഗവൺമെന്റ് അസൈൻ ചെയ്ത ഒരു റെഗുലേറ്ററി കമ്മിറ്റി, ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോഡി ഇത് ഏറ്റെടുത്ത് നടത്തും. എന്നിട്ട് എപ്പോഴാണ് റെഡിയാന്ന് അവർക്ക് തിരിച്ചു കൊടുക്കും. അസറ്റ്സിൽ ഇങ്ങനത്തെ ആരാധന ഉണ്ടെങ്കിൽ ഇതിന് ഇന്ന മതം മറ്റൊന്നൊന്നുമില്ല, ഇതിനെല്ലാ മതക്കാർക്കും ഇത് ബാധകമാണ്. എന്തിനാ അറിയില്ല, ചില പ്രത്യേക മതക്കാർ മാത്രം ഇരുന്ന് കരയുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. ഇതെല്ലാവർക്കും ഇത് ബാധകമാണ്. ആരാധനാലയം ആരും എടുക്കുന്നില്ല. ലൈസൻസ് സീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസറ്റ്സ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു ബോഡിയിലായിരിക്കും. അതങ്ങനെയല്ല, അല്ലാതെ അത് ഉടായിപ്പ് പൈസയിൽ ഉണ്ടാക്കിയ സാധനം ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഇങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം യൂറോപ്പിലാണെങ്കിൽ US ഈ FCR നിയമങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിനെക്കാളും സ്ട്രോങ് ആണ് പല രാജ്യത്തും. പക്ഷെ നമ്മളിവിടെ മാത്രം കണക്കുകളും കാര്യങ്ങളും വേണമെന്ന് പറയുമ്പോൾ പിന്നെ കരച്ചില്ല. വിദേശ ഫണ്ട് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ അത് രാജ്യത്തെ ഒരു പാരലൽ സിസ്റ്റം വളരാൻ സഹായിക്കും. രാജ്യത്തിന്റെ ഈ പറയുന്ന ഇന്റഗ്രിറ്റീനെ ബാധിക്കും. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. ആളുകൾ പല കാര്യങ്ങളിൽ ഡിപ്പെൻഡന്റ് ആവും. വേറെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ കമ്പനീസിനോ ഇന്ത്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിന്റെ എക്കണോമിക്കും രാജ്യത്തിന്റെ സാമൂഹികമായ പല കാര്യങ്ങൾക്കും ഈ പറയുന്ന പോലെ പ്രശ്നമാണ് എന്ത്, ഈ വിദേശ ഫണ്ടുകൾ നമ്മൾ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇതെല്ലാം പണ്ടേ ചെയ്യേണ്ട കാര്യമാണ്, ഇപ്പോഴാണ് ചെയ്യുന്നത്. 2022 നോയൽ ഹാർപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, വിദേശ ഫണ്ട് വാങ്ങുന്നത് മൗലിക അവകാശമല്ല, അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഔദാര്യോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ്.